ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബേബിയുടെ പേരും ഞങ്ങൾ എന്തിനാണ് ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടാക്കിയെന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിവിടെ ഒരു ക്യാബിനിലാണ് 2-3 ദിവസം താമസിക്കാൻ പോണത്. ക്യാബിൻ ടൂറും കൂടി ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ക്യാബിനിലെ ഞങ്ങളുടെ ഒരു ദിവസമാണ്. ദിസ് ഇസ് ശ്രീലക്ഷ്മി മഠത്തിൽ. യു ക്യാൻ കോൾ മീ ശ്രീ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ നല്ല നേരത്തെ കിടന്നു. 1 മണി 2 മണി നേരത്തെ എണീറ്റു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ടൈമിലാണ് എൻ്റെ ഫസ്റ്റ് പമ്പിങ് സെഷൻ ഉണ്ടാവുക. അവർ രണ്ടുപേരും ഉറങ്ങുകയാണ് കേട്ടോ. ഈ ടൈമിലാണ് ഞാൻ എൻ്റെ സീരീസോ മൂവീസോ ഒക്കെ കാണുക. എനിക്ക് പമ്പിങ് ചെയ്യാൻ നല്ല മടിയായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ കൂടെ എൻ്റെ സീരീസോ മൂവീസൊക്കെ കാണുമ്പോൾ ഓക്കെ ആയി. നൗ ഐ ടേക്ക് ദിസ് ടൈം ആസ് മൈ മീ ടൈം. പമ്പിങ് ആൻഡ് സ്റ്റോറിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തൈറോയിഡ് മെഡിസിൻസ് കഴിക്കുകയാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് ഐ ഡു ഇൻ ദ മോർണിംഗ്. ഓൾസോ പമ്പ് പാർട്സും ബോട്ടിൽസൊക്കെ കഴുകി കൂടി വെക്കുകയാണ്. ഒരു ദിവസം 6 times പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിത്തെ സെഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു 5 സെഷൻസാണ് ടോട്ടലി ചെയ്യണത്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയായി. അപ്പോൾ ഞാൻ പിന്നെയും പോയി കിടക്കുകയാണ്. ഒരു 4 മണിക്കെല്ലാം ഇവ എണീറ്റു. അപ്പോൾ അവൻ്റെ ഫീഡിങ്ങും ഡയപ്പർ ചേഞ്ചും ഒക്കെ നടക്കുകയാണ്. ഫസ്റ്റ് 2 months മാക്സിമം 3 മണിക്കൂർ, അതിൽ കൂടുതൽ ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് അത് ശീലമായതുകൊണ്ടാണ് തോന്നുന്നത് ഇവർ രാത്രി ത്രൂ ഔട്ട് ഉറങ്ങിയാലും കൂടി എനിക്ക് ഉറക്കമില്ല. ഇന്നലെ ട്രിപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ അവന് വിറ്റമിൻ ഡി കൊടുക്കാൻ മറന്നു. നീക്കിയൊന്ന് തിരിച്ച് വീട്ടിലേക്ക് വിടുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും അവൻ്റെ വിറ്റമിൻ ഡി ഇൻടേക്ക് മുടക്കാൻ പാടില്ല എന്ന്. അന്ന് മുതൽ ഞങ്ങൾ അത് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് മിസ്സാവുന്നത്. ഇന്നും പിന്നെയും മിസ്സാവണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ തന്നെ കൊടുക്കുകയാണ്. സന്ദീപ് ആക്ച്വലി ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ആളിപ്പോൾ പണ്ടത്തെ പോലെ 4 o'clock 5 o'clock ഒക്കെ എണീറ്റ് വർക്കൊന്നും ചെയ്യണില്ല. നേരത്തെ വർക്ക് ചെയ്യുന്ന ടീം ഇപ്പോൾ മാറി. സോ ഇപ്പോൾ ഒരു 8 മണി 9 മണിക്കൊക്കെ ലോഗിൻ ചെയ്യാറുള്ളൂ. അതൊരു റിലീഫാണ്. എനിക്ക് നല്ല ഹെൽപ്പ് തന്നെയാണത്. രാവിലെ തന്നെ എണീറ്റിട്ട് ഫുൾ ഓണാണ് ആൾ. ഹി ലവ് ടു ഇൻട്രാക്ട് വിത്ത് അസ്. ബുക്ക് വായിച്ചു കൊടുക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ പാട്ട് പാടിക്കൊടുക്കുന്നത് ഇഷ്ടമാണ്. പാട്ട് കേൾക്കാനും ഇഷ്ടമാണ്. പിന്നെ അവനെ ഒന്ന് ഉറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബട്ട് അവൻ ഉറങ്ങണ പോലെ ഇല്ല. അപ്പോൾ ഞങ്ങളിരുന്ന് കളിപ്പിക്കുകയാണ്. അങ്ങനെ അവൻ ടയേർഡായിട്ട് ഉറങ്ങുമെന്ന് കരുതിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉറങ്ങി, ഞങ്ങളും. എന്നിട്ട് ഞങ്ങൾ 3 പേരും ഒരു 8 മണിക്കൊക്കെയാണ് എണീറ്റത്. എണീറ്റ ഉടനെ പുറത്തേക്ക് പോവാണ്. എപ്പോഴും വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ താമസിക്കാൻ വരുമ്പോൾ അതിൻ്റെ അടുത്ത ദിവസം മോർണിംഗ് ഇതുപോലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഫീല്, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ട്രാവലിൽ ഇങ്ങനെ ക്യാബിനിൽ ഇരുന്ന് എൻജോയ് ചെയ്യലും റിലാക്സ് ചെയ്യലും ഒക്കെ വളരെ കുറവായിരുന്നു. രാവിലെ തന്നെ എണീറ്റ് സ്ഥലം കാണാൻ പോകും. റൂം ഈസ് ഓൺലി ടു സ്ലീപ്പ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം ഞങ്ങൾ ക്യാബിനിലും റൂമിലൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. കുറച്ച് ഹോട്ട് വാട്ടറിൽ അവൻ്റെ പാലൊന്ന് വാം ചെയ്യാണ് അവൻ്റെ അടുത്ത ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. സന്ദീപ് ഫീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവാമെന്ന് കരുതി. ബട്ട് കുളിക്കാനുള്ള ടൈമില്ല. സന്ദീപിന് 5 minutes ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം എല്ലാം ചെയ്തു. ഹലോ ശാസ്ത, ഹായ്. അവൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്തു. പിന്നെ ഒരു ചെറിയ മസാജ് കൂടി കൊടുത്തു. ഹി എൻജോയ്സ് ഹിസ് മസാജ്. കുറച്ച് നേരം ഞങ്ങൾ കളിച്ചു. പിന്നെ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ടയേർഡായി ഉറങ്ങി. ഒരു 1/2 മണിക്കൂർ, അതിൽ കൂടുതലില്ല കേട്ടോ. അപ്പോൾ തന്നെ എണീറ്റു. ദെൻ സന്ദീപ് വന്നു. 1/2 hour ടൈമുണ്ട്, അവനെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇന്നലെ എഗ്ഗും മിൽക്കും ബ്രെഡൊക്കെ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഈ സ്പൈസസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാട്ടോ. അവർ രണ്ടുപേരും അവിടെ നല്ല കളിയാണ്. സന്ദീപിനുള്ള കോഫി കൂടി ഈ സമയത്ത് തന്നെ ഉണ്ടാക്കുകയാണ്. ഞാനിപ്പോൾ കഫീൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി 1 കപ്പ് കോഫിയൊക്കെ കുടിക്കാട്ടോ, ബട്ട് ഞാൻ കുടിക്കണില്ല. കഫീൻ കൂടുതലായ ബേബിക്ക് നല്ലതല്ല ജനറലി. ബട്ട് ഓൾസോ അവർ റെസ്റ്റ്ലെസ് കൂടി ആവുത്രേ. അപ്പോൾ ഞാൻ ഫുള്ള് നിർത്തി. കഫീൻ കോഫിയിൽ മാത്രമല്ല ചോക്ലേറ്റിലും ചില സോഡാസിലൊക്കെ ഉണ്ടാവും, ലൈക്ക് കോക്കിലൊക്കെ. അതൊക്കെ മാക്സിമം ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സ്ക്രാമ്പിൾഡ് എഗ്സും റേസിൻ ബ്രെഡും ബനാനയൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റാണ് ഈ റേസിൻ ബ്രെഡ്. ഞാൻ ഈ ഒരു മാംഗോ ജ്യൂസ് കൂടി കുടിക്കുന്നുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് കോഫി. സന്ദീപ് വർക്ക് ചെയ്യാനാണ് കേട്ടോ, ബട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അവൻ കുറച്ച് സ്ലീപ്പിയാണ്, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കണത്. നമ്മൾ എടുത്ത് നടക്കണം, അതിനിങ്ങനെ മൂളിക്കൊണ്ടേയിരിക്കും. ഇനി അവനെ ഉറക്കലാണ് പണി. അതൊരു 1.5 പണിയാണ്. കുറച്ച് ടമ്മി ടൈമൊക്കെ ചെയ്ത് കളിപ്പിച്ചാൽ അവൻ ഉറക്കം വന്നോളും. എപ്പോഴും അവരുടെ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിക്ക് കുറച്ച് ട്രാൻസിഷൻ ടൈം കൊടുക്കണം. പറഞ്ഞാൽ നെക്സ്റ്റ് എന്താ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കണം. അങ്ങനെ കുറച്ച് നേരം കഷ്ടപ്പെട്ട് അവനെ ഉറക്കി.
നെക്സ്റ്റ് പമ്പിങ്ങും ക്ലീനിങ്ങും ഒക്കെ തീർക്കുകയാണ് അവൻ എണീക്കുന്നതിൻ്റെ മുന്നേ. കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്യാണ്. ഇവ ഉറങ്ങുമ്പോഴേ എഡിറ്റിംഗ് നടക്കൂ. എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും സ്ട്രെയിറ്റ് ഫോർവേഡ് എഡിറ്റിങ്ങിന് ടൈം വേണം, എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ അഡോബി പ്രീമിയർ പ്രോയിലാണ് കേട്ടോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണേ. സന്ദീപ് കൂടി ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യണേ. ഇവിടെ എക്സ്ട്രാ റൂമൊന്നുമില്ല. സോ ആള് മീറ്റിംഗ് ഒക്കെ ഉള്ളപ്പോൾ റെസ്റ്റ് റൂമിൽ ഇരുന്നിട്ടാണ് അറ്റൻഡ് ചെയ്യണേ. ഹാഫ് ഡേ വർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് പുറത്ത് പോകാമെന്നാണ് വിചാരിക്കണേ. ഞങ്ങളുടെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവ എണീറ്റു. ലൈക്ക് ഉച്ചയൊക്കെ ആയിട്ടോ. സന്ദീപ് ലഞ്ച് പിക്കാൻ പോയിരിക്കണം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ ഞങ്ങളുടെ കാറ് കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്നതാ. പിന്നെ കുറച്ച് നേരം 3 പേരും കൂടി പുറത്തിരുന്നു. ഈ ഊഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ 2-3 പ്രാവശ്യം ഇതിലിരുന്നിട്ടാണ് അവനെ ഉറക്കിയത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉറക്കിയത്. ബട്ട് ഇടയിൽ അവൻ എണീറ്റു. അപ്പോൾ ഞാൻ കടത്തി ഉറക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ കടത്തിയ വേഗം ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ്. വളരെ അൺഹെൽത്തി ആയ ഫുഡാണ് കേട്ടോ. ബട്ട് ഇതൊക്കെ കഴിച്ച കാലം മറന്നു. ഓൾസോ ഇവിടെ അടുത്ത ഈ ടൈമിൽ വേറെ ഒന്നുമില്ല. സന്ദീപ് ആ കൗച്ചിൽ ഇരുന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ ഇങ്ങനെ കിടന്നതാണ് കാണുന്നത്. ടയേർഡായില്ലെങ്കിലേ ഉള്ളൂ. ഞങ്ങൾ ബേബീനെ നോക്കണ ഒരു റോബോട്ട് പോലെ ആയിട്ടുണ്ട്. അവ ഉറങ്ങുമ്പോഴാണ് കുറച്ച് റിലാക്സ് ചെയ്യുക. ബട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ടൈമൊക്കെ വേഗം പോകുമെന്ന നല്ല ബോധമുള്ളതുകൊണ്ട് എല്ലാ മൊമെൻറ്റ്സും അവൻ്റെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ ഇവൻ ഉറങ്ങണ നേരത്തെ കുളിയൊക്കെ തീർത്തു കേട്ടോ. ഇവ എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ ദാറ്റ് പുറത്തൊന്ന് പോവാമെന്ന്. അപ്പോൾ അവൻ്റെ ഡയപ്പർ ചേഞ്ചൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് റെഡിയാക്കി. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ വേണ്ട അവൻ്റെ പാലൊക്കെ ഈ ഫ്രീസറിലാക്കി. ഞങ്ങൾ റെഡിയായി. അപ്പോഴേക്കും അവൻ പിന്നെയും ഉറങ്ങി. ഓക്കെ ശരി, ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ, അവനെ കാർ സീറ്റിൽ വെച്ച് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി. ബട്ട് കാറിൽ കയറിയതും അവൻ എണീറ്റു. സോ പൊതുവെ വിൻ്ററിൽ ഇവിടെ സ്നോ ഒക്കെയാണ്, അടിപൊളിയാണ്. കാർ കൊണ്ട് പോലെ കഷ്ടമാണ്. ലാസ്റ്റ് ഇയറിൻ്റെ മുന്നത്തെ കൊല്ലം ഞങ്ങൾ വിൻ്ററിനാണ് ഇവിടെ വന്നത്. ബട്ട് ഇപ്പോൾ ബേബിയൊക്കെ ആയിട്ട് അത്രയ്ക്ക് റിസ്ക് വേണ്ടാന്ന് കരുതിയിട്ടാണ് സ്നോ വരുന്നതിൻ്റെ മുന്നേ. ഞാനില്ലേ ഒന്ന് ഈ വ്യൂ കാണാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇരിക്കില്ലേ. കുറേ കാലത്തിന് ശേഷമാണ് വീടും ഹോസ്പിറ്റലും അല്ലാതെ വേറൊരു സ്ഥലത്തേക്ക് പോണത്. ഐ ഫെൽറ്റ് റിയലി ഗുഡ്. എനിക്ക് കുറച്ച് നേരം അവിടെ തന്നെ ഇരിക്കാൻ തോന്നി ആക്ച്വലി. ബേബി ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് അവർ കാറിലിരിക്കുക. Okay, little dino face is on. Dino face is on. അങ്ങനെ നമ്മുടെ ശാസ്ത മൗണ്ട് ശാസ്തേനെ മീറ്റായി. ബട്ട് അവൻ ഫുൾ ഉറക്കാണ് കേട്ടോ. അതിനോ അവൻ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ വളരെ വിലപ്പെട്ട മെമ്മറീസാണ്. അവനൊരു 1-2 മണിക്കൂർ ഇങ്ങനെ ഉറങ്ങുക തന്നെയായിരുന്നു കേട്ടോ. എന്ത് കാണിച്ചിട്ട് എണീക്കണില്ല. അപ്പോൾ ഞങ്ങൾ കരുതി ഓക്കെ അടുത്തുള്ള ലേക്കിലും കൂടി പോകാമെന്ന്. ഈ ലേക്കിൻ്റെ പേര് ലേക്ക് സിസിക്കു എന്നാണ്. അവിടെ ബോട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് നമ്മളൊരു വീക്ക് ഡേ പോയതുകൊണ്ട് ആൾക്കാരധികം ഇല്ലാത്തതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല. ബട്ട് അവിടെ ആൾക്കാരില്ലെങ്കിലും നിറയെ ഈച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടു. സൺസെറ്റ് ഒന്നും ആവാൻ നിന്നില്ല, വേഗം പോയി. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അവൻ നേരെ എണീക്കണേ. ഇപ്പോൾ ഫുള്ള് കിടന്ന് കളിയാണ്. സന്ദീപിന് നൈറ്റ് കോളുണ്ട്. അപ്പോൾ ആളത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറച്ചു നേരം കളിച്ചു, അമ്മമ്മയോട് സംസാരിച്ചു, പാല് കുടിച്ചു, പിന്നെ ഉറങ്ങാനുള്ള പരിപാടിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേബീസിന് നെക്സ്റ്റ് എന്താ നടക്കണേന്ന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ട്രാൻസിഷൻ ടൈം കൊടുക്കണം. പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് വേറൊരു ആക്ടിവിറ്റിക്ക് സഡനായിട്ട് മാറ്റം വരുത്താതിരിക്കുക. അവരെ ഹോൾഡ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക അടുത്ത ആക്ടിവിറ്റിയിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു അടിപൊളി വാട്ടർഫോൾ കാണാൻ പോയി. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.